ശബ്ദം. പാമ്പൊന്നില്ലായിരിക്കില്ലേ? അപ്പൊ ഇന്നലെ ഒരെണ്ണം കണ്ടല്ലാതെ ഇല്ല. ഇവിടെ ആകുമ്പോ പാമ്പിലൊന്നുള്ള സീനില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും വരത്തില്ലെന്ന് തോന്നി ഈ സ്ഥലവും മന്തിയൊക്കെ കണ്ടിട്ട്. ഇല്ല. ഇലകൾ മാത്രമനങ്ങുന്നു. ബാ ഇവിടെ ഇരിക്കാം. എനിക്ക് ഇതെന്താന്നറിയോ? സ്പെഷ്യലി മേഡ് ഫ്രം ഇടുക്കി. പക്ഷേ ഇതുണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ബുദ്ധിപൂർവ്വം വീട്ടിൽ നിന്ന് ഓൾറെഡി രണ്ടെണ്ണോ ഒടിഞ്ഞു പോകണോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ? ശ്വാസമടക്കി നമുക്ക് ഇത് പഠിക്കാം. പിടി ലൈറ്റർ ഇല്ലേ? റൂളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ആളെ തന്നെ ആദ്യം വലിക്കണം എന്നുള്ളതാണ്. പക്ഷെ വേണ്ട, നീ വലിച്ചോ, തുടങ്ങിയോ. ഇതെങ്ങനെയാ ഇത്? ഇരുളിലേക്ക് നിനക്കെന്ത് ഇത്ര പേടി? കത്തിക്കാൻ കത്തിക്ക് മൊത്തം ഇവിടെ വരെ ഇവിടെ വരെ അതിൽ കുനിച്ചു പിടിക്കുക. അപ്പൊ കത്തിക്കോളൂ. കേട്ടു? ഞാൻ കത്തിച്ചു. ഗുഡ്. എന്താടാ? കുഴപ്പമില്ലല്ലേ? നീ തൂഫാനെന്ന് വല്ലതും കേട്ടായിരുന്നു? അതാടാ അവരെ കൊണ്ടാക്കിയില്ല. പോയടക്കാൻ കുറച്ച് സീനാടാ അത്. വെയിറ്റ് 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 വലിക്കാൻ തുടങ്ങിയില്ലേ? 2-3 അങ്ങോട്ട് എടുക്ക്. എന്നിട്ട് നീ പറ ബാക്കി. ഓക്കെ, അത് നമുക്ക് വലിക്കാം. ഈ വലിക്കുന്നതിനൊക്കെ ഒരു റൂളുണ്ട്. ഒരാൾ 3 പുകയെ എടുക്കാവുള്ളത്. ലൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 4 പുക എടുക്കാം. എന്നിട്ട് 2 കൊണ്ടൊക്കെ ഇനി നിൽക്കുക തന്നെ. ഇനി എടുക്കണം 2 കൊണ്ട്. ഇനി 2 ടയർഡാവല്ലേ? Come on, Melo. കഴിഞ്ഞു. എടാ, നിന്റെ കൈ കൊണ്ടൊന്ന് റോളാക്കിയിട്ട് എനിക്ക് എന്നാടാ വലിക്കാൻ വേണ്ടി പറ്റുന്നേ? ഞാൻ പഠിച്ചാലേ എൻ്റെ എണ്ണാക്കൂടെ പോകത്തുള്ളൂ. അതല്ലടാ, നീ ഉണ്ടാക്കുന്നത് വലിക്കാനൊരു ആഗ്രഹം. എന്താടാ വലിയ അനക്കൊന്നും ഇല്ലാത്ത? എടാ, സാധനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് നീ അതേ കണ്ണും തുറന്നേ. കണ്ണു തുറക്കാൻ പറ്റുന്നില്ലടാ. നീ തുറക്ക്. പറ്റുന്നില്ല. ഒന്ന് തുറന്നു നോക്കി. നീ തുറന്നിട്ട് താണ്ടി ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടി ഒക്കെ നോക്കി. എന്ത് രസമാന്ന് നോക്കിയ. അയ്യോ, പറ്റുന്നില്ലടാ. തുറന്നു നോക്ക്. കുഴിയിലോട്ട് പോകുന്നവരെ. ഇനി പറ, തൂഫാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞേ? തൂഫാനല്ല, തണ്ടർ വന്നാലും ഈ കപ്പൽ ആടി വീഴുകയില്ല സാർ. എടാ, തൊണ്ടയൊക്കെ വെള്ളം. നമുക്ക് എന്തെങ്കിലും അതിലൊരു ജ്യൂസെല്ലാം കുടിച്ചോളാം. നല്ല സുഖമായിരിക്കും. എന്നെ വീട്ടിൽ കൊണ്ടുവിടും. അതെന്താ? വീട്ടിൽ പോകണം. എന്റെ കോപ്പ ഈ മേളിൽ കാണുന്നതിന്റെ വീട്. ഇനി നിന്നെ ഞാൻ ചുമന്നോണ്ട് പോണം മേളിലോട്ട്. ആണോ? ഇതല്ലേ ദൂരം ഉണ്ടായിരുന്നു നിന്റെ വീട്ടിലോട്ട്? ആളെ പറഞ്ഞിട്ടില്ലടാ. പണ്ടാരം. വാ, കുഴപ്പമില്ല, ഒരെണ്ണം വലിച്ചിട്ട് പോകണം. കണ്ടോ?
എന്നോട് ഞാൻ പറഞ്ഞപ്പോ എന്തായി? പണിയാ, ഞാൻ പറഞ്ഞില്ലേ ഇത്. എടാ റോഡിൽ നിന്നാണ് സീട്ട് വലിക്കുന്നേ. അകത്തെല്ലാം പോയി സീട്ട് വെച്ചൂടെ? 200 പെറ്റി വേണോ? സത്യത്തില് നീ ആരാ? ഒറ്റ മാസം കൊണ്ട് ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങിയത് 5579 ലഹരി ഇടപാടുകാരാണ്. 3 കിലോ MDMA-യും 420 കിലോ കഞ്ചാവും ഇതിനകം പിടികൂടി. ദക്ഷിണേന്ത്യയിലെ DGP-മാരുമായി ഹലോടാ. എടാ നമുക്ക് സൂര്യചേട്ടനോട് ഉള്ളതെല്ലാം പറഞ്ഞിട്ട് കയ്യിലുള്ളതെല്ലാം കളഞ്ഞാലോടാ. എടാ പുള്ളി ഒരു പോലീസുകാരനാ, നമുക്ക് എന്തെങ്കിലും പണി തന്നാലോ? എടാ അങ്ങനെയാണ് രാവിലെ നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടതല്ലേ? പണിയാൻ പുള്ളിക്ക് അപ്പോൾ പണിയല്ലേ, നമ്മൾ സേഫ് ആക്കി വിടുകയല്ലേ ചെയ്തേ. എടാ നീ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് നമുക്ക് നാളെ തന്നെ സൂര്യചേട്ടനോട് പറഞ്ഞേക്കാടാ, ഇനി ഒരുപാട് താമസിക്കണ്ട. ആ എന്നാ പറയാം നമുക്ക്. എനിക്ക് എന്തൊക്കെയോ ബാഡ് അടിച്ച് തുടങ്ങി ഇതിലൂടെ കണ്ടിട്ട്. എന്തായാലും പറഞ്ഞേക്കാം. ഓക്കെ ശരി. പുള്ളി ഓട്ടം കഴിഞ്ഞ് എന്തായാലും ഇതിലേ വരുന്നത്. ആടാ ഇവിടെ ആകുമ്പോൾ വലിയ ആളും എനക്കൊന്നുമില്ല. വന്നു കഴിഞ്ഞാലും നമുക്ക് മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വരുമായിരിക്കില്ലേ? ഇന്നലെ ഈ സമയത്തല്ലായിരുന്നോ? ഇപ്പം എത്തും. എടാ ഇത് നമ്മളെങ്ങനെയാണ് പുള്ളിയോടൊന്ന് പ്രസന്റ് ചെയ്യുന്നത്? എൻ്റെ പൊന്നളിയ നീ ഒന്ന് സമാധാനപ്പെടും. പുള്ളി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ട്. എന്തായാലും ഇപ്പോൾ വരുമായിരിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം. എടാ നീ ഒന്ന് എടുത്ത് വെക്കാം അവൻ്റെ അടുത്ത്. എന്താണ് വർഷപക്ഷക്ക്? ആ സാറേന്നൊന്നും വിളിക്കണ്ട, നീ കാര്യം പറ. ഞങ്ങളൊരു പ്രശ്നത്തിലായിരുന്നു. എന്ത് പ്രശ്നം? സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഇതിന് രക്ഷപ്പെടുത്താൻ പറ്റും. നിങ്ങൾ കാര്യം പറ. അത് പിന്നെ ഞങ്ങൾ കഞ്ചാവ് വലിക്കാറുണ്ട് സാർ. ആ ബെസ്റ്റ്. ഇതൊക്കെ എന്താ എന്നോട് പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാലോ, പണി കിട്ടുമ്പോ പഠിക്കും. അതല്ല സാറേ, ഞങ്ങൾ ഇനി ഇത് ഉപയോഗിക്കുന്നില്ല. ഇതെങ്ങനെ നിർത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സാർ സഹായിച്ച് ഞങ്ങൾക്ക് ഇത് ദൂരെ പോരാൻ പറ്റും. അതെ ഓക്കെ, പക്ഷെ നിങ്ങളെ സഹായിച്ച എനിക്കെന്താ ഗുണം? സാറ് ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സപ്ലൈ ചെയ്യുന്നവരെ എല്ലാവരും പേര് ഞങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെയാണോ? എനിക്ക് ഞാൻ സാറിനോട് സംസാരിച്ച് നോക്കാം. മറ്റേ 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. പുള്ളി നമ്മൾ നോക്കുന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണി തരുമായിരിക്കുമോ? സാർ അങ്ങനെ ചെയ്യത്തില്ല. ശരിയല്ലേ? എന്നാലും എനിക്ക് എന്തോ ഒരു വശപ്പശ ഉള്ള പോലെ. ആ ഓക്കെ സാർ, അങ്ങനെ ഓക്കെ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. സാറ് നിങ്ങളെ കാണണമെന്നാ പറഞ്ഞത്. സാറേ ഞങ്ങൾക്കത് പേടിയാ. ഞങ്ങൾ അങ്ങോട്ടൊന്നും വരുന്നത്. ഞങ്ങൾ സാറിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു തന്നാൽ പോരെ? ഓക്കെ. ലഹരി ആദ്യമൊരു തമാശയാണ്, പിന്നെ അതൊരു ശീലമാകും, പിന്നീട് അതൊരു ആവശ്യമാകും, അവസാനം അത് ജീവിതത്തെ തന്നെ മാറ്റി എഴുതും. നിർത്താൻ പറ്റുന്ന സമയത്ത് നിർത്തുക, കാരണം നഷ്ടപ്പെട്ട സമയം തിരികെ കിട്ടില്ല.